ഹായ് ഗൈസ്, നമ്മളപ്പോ ഇന്ന് ടി വിയിൽ വരും. വണ്ടി ഓണാക്ക്. അപ്പൊ നമ്മള് എക്കോ പടം കാണാൻ പോവല്ല, ഇവര് എക്കോ പടം കാണാൻ പോവാണ്. പിന്നെ ഇവിടെ മൂന്നാമന് ഒരാളും കൂടിയുണ്ട്. അപ്പൊ ഞാൻ ആ പടം ഓൾറെഡി കണ്ടു. അതുകൊണ്ട് ഞാൻ ഓർത്ത് വേറെ ഏതെങ്കിലും പടത്തിന് കയറാന്ന്. അപ്പൊ നോക്കിയപ്പോഴത്തേനും പടത്തിന്റെ വരുന്ന മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ഇത് ഇംഗ്ലീഷ് മാസ്ക് അല്ല, തമിഴ് മാസ്ക്. തെലുങ്കാണോ? ആരുടെ പടം ഒന്നും ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ഒരു റിവ്യൂ എടുത്ത് നോക്കിയപ്പോഴത്തേനും നാനീന്റെ പടമാണ്. ബാലയുടെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ അവിടെ ഒരു സീറ്റ് മാത്രം ബുക്ക് ആയിട്ടുള്ളൂ. അത് എന്റെ സീറ്റാണ്. അപ്പൊ മിക്കവാറും നമുക്കൊരു ഒന്നില്ലെങ്കിൽ അതിന് ഷോ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ടോ? എന്താണ്? 28 മിനിറ്റ് ഉണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് 28 മിനിറ്റ് ഉണ്ട്. നമുക്ക് വേഗം എത്താം. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കഥ പറയും. ഓക്കെ ബൈ ഗൈസ്. പിന്നെയും ലേറ്റ് ആയി. എന്റെ അതെ, ഇവള് എക്കോ കണ്ടിട്ട് ഇവര് റിവ്യൂ പറയുന്നതായിരിക്കും. ഞാൻ പോയി മാസ്ക് കാണട്ടെ. അതെ, എന്റെ തിയേറ്ററിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ലോക്ക. ഞാൻ പറഞ്ഞു തന്നത് ഞാൻ 10 മിനിറ്റ് ലേറ്റ് ആയി. പക്ഷെ സാരില്ല, നമുക്ക് പോയി കാണാം. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ. പടം അങ്ങനെ ഇന്റർവെല്ലായി. പടം തുടങ്ങിയപ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പല പല വഴികളിലോട്ട് അങ്ങ് ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി ആവശ്യമില്ലാണ്ട്. അതാണ് ഇന്റർവെൽ വരെ ഉള്ളത്. പിന്നെ ഇന്റർവെല്ലിൽ തിരിച്ച് ട്രാക്കിൽ കൊണ്ടുവന്ന പോലെ ഉണ്ട്. ഇന്റർവെല്ല് കഴിഞ്ഞ് പടം മര്യാദയ്ക്ക് പോകുമെന്നുള്ളതാണ് അറിയാനുള്ളത്. അഭിനയമൊക്കെ കൊള്ളാം. മറ്റേ ആൻഡ്രിയ പാട്ടുകാരി, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇല്ലുമിനാണ്ടി പാട്ടൊക്കെ പാടി പുള്ളിക്കാരത്തിൻ്റെ പെർഫോമൻസ് നൈസാണ്. അതിൽ അഭിനയം അടിപൊളിയാണ്. പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ ഒരു വില്ലൻ ക്യാരക്ടർ പോലെ, നല്ല സ്ട്രോങ് വില്ലൻ ക്യാരക്ടറാണ്. പിന്നെ നടനെ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പുള്ളീൻ്റെ അഭിനയം കൊള്ളാം. പക്ഷെ മൊത്തത്തിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ കൊടുത്തേക്കുന്ന ഒരു സാധനം. പിന്നെ ഒരു ആവശ്യമില്ലാത്തൊരു പാട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ക്യാരക്ടറുണ്ട് അതിൽ. പുള്ളിക്കാരത്തി ഭയങ്കര ഓവർ ഹെക്ടിക് ഒക്കെ പോലെ തോന്നി. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി സെക്കൻഡ് ഹാഫിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റിയാൽ കൊള്ളാമായിരിക്കും. അപ്പോൾ ഇനി ബാക്കി പടം കണ്ടിട്ട് അഭിപ്രായം പറയും. മാസ്ക് എൻ്റെ പോസ്റ്ററൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. കണ്ടു, അതാണ് അതിൻ്റെ പോസ്റ്റർ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കൊള്ളാം, എഫക്റ്റീവ് കൊള്ളാം. അങ്ങനെ ഈ പടം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഒരു പടം അത്ര തിയേറ്ററിൽ കണ്ടുകൊണ്ട് ഞാൻ കണ്ടിരുന്നു. ഫുള്ള് ഉറങ്ങിയില്ല. ഉറങ്ങുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിയില്ല. പുറത്ത് ഇരുട്ടാണെങ്കിലും സമയം ഇപ്പോൾ 9 മണിയായിട്ടുള്ളൂ. വന്നപ്പോൾ തൊട്ട് ഇരുട്ടായിരുന്നു. കാരണം ഇവിടെ 4 മണിക്ക് ശേഷം ഇപ്പോൾ ഇരുട്ടാകുമല്ലോ. അപ്പം നമുക്ക് വീട്ടിൽ പോകല്ല. അപ്പം നമുക്ക് ഇനി അനാമികയൊക്കെ പടം കഴിഞ്ഞ് ഇറങ്ങുന്നത് കാത്തു നിൽക്കാം. അവർക്ക് പടം ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇക്കോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എക്കോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. പടം കഴിഞ്ഞിറങ്ങുമ്പോൾ അനാമിക സ്ഥിതിക്ക് അത്യാവശ്യം റിയാക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചിലപ്പോൾ സ്പോയിലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ ഇവിടെ ഒരു സ്പോയിലർ അലേർട്ട് കൊടുക്കുകയാണ്. മിന്നട്ടെ ഇവിടെ ചിങ് 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 ചിങ്. അതെ, കഴിഞ്ഞ എക്കോൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സ്പോയിലേഴ്സ് ഒന്നും അധികം പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ ഇച്ചിരി സ്പോയിലർ കിടക്കട്ടെ. യെസ്, ലെറ്റ്സ് സീ. എക്കോ കണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക്. സത്യം കിട്ടും. എക്കോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവര് പറയുന്ന അതിന് പാർട്ട് 2 വേണമെന്ന്, മറ്റേ ഡോൺ അപ്പൻ 2 വേണമെന്നൊക്കെ പറയുന്ന പോലെ. പാർട്ട് 2 എന്തിനാ? ബോധമില്ലാത്തവരാ പാർട്ട് വേണമെന്ന് പറയാ. അപ്പൻ 2 പറ. സന്ദീപിന്റെ സ്റ്റോറി
പറയുന്നില്ലല്ലോ, ലൈക്ക് അതിന്റെ ഇപ്പോൾ അവൻ എന്തിനാ വന്നേ, അവൻ എന്തിനാ അവിടെ ഇതാക്കി. അപ്പൊ അങ്ങനെ തോന്നി. പാർട്ട് 2 എന്നല്ല, പാർട്ടല്ല സ്പിൻ ഓഫ്. അതായത് ആ കഥയില്ലേ, ആ കഥ ഭയങ്കര സ്ലോയിലാ കൊണ്ടുപോകുന്ന അവരുടെ പേസ് സ്ലോ അല്ലേ. അപ്പൊ കുറെ ആ ഒരു സ്ലോനെസ് മാറ്റിയിട്ട് ഇവന്റെ ത്രെഡ് ഇടായിരുന്നു എന്ന് തോന്നി. ഓക്കെ, എന്ത് തോന്നുന്നു? നല്ല പടമാണ്. സർപ്രൈസ് ആയോ ലാസ്റ്റ്? ഇതിൻ്റെ അത് കാണുമ്പോൾ അവൻ ഭയങ്കര വെളുത്തിട്ട്, ഞാൻ വെളുത്തിട്ടുണ്ടോ? ഏറി പോകാനുള്ളതായിട്ടുണ്ടെന്ന്. എല്ലാം ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ. അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ട് 2 വേണമെന്ന്. മനസ്സിലാവുന്ന ഈ പടം ലാസ്റ്റ് ഓപ്പണന്റഡ് ആയിട്ട് കഥ അവര് മൊത്തത്തിൽ പറഞ്ഞല്ലേ, നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഇവൾക്ക് സെക്കൻഡ് പാർട്ട് വേണം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇത് മനസ്സിലായിട്ടില്ല. സത്യം, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് പറയട്ടെ. ആ മനസ്സിലായത് പറ. അവനും അറിയാം മനസ്സിലാക്കാൻ. അവൻ പുറത്തുണ്ട്. ഞാൻ പറയട്ടെ, മനസ്സിലായത്. അല്ലല്ല, ആ ലാസ്റ്റ് ആ ചേട്ടത്തിയാണ് ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നത്. ചേട്ടത്തിയാണ് അയാൾ ഇതാക്കിയിരിക്കുന്നത് അല്ലേ? അതല്ലേ ക്ലൈമാക്സ്? ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാ? ബ്ലാക്ക് മാജിക് ചെയ്തിട്ടല്ല, അത് കുരുക്കി ആക്കിയത് ചേട്ടത്തിയാണ്. വില്ലൻ എന്ന് പറയുന്നത് ചേട്ടത്തിയാണ് ഇതിന്റെ അകത്ത്. വില്ലനല്ല, നായകനല്ല ചേട്ടത്തി. നായകൻ ചേട്ടത്തിയാ. നായകൻ ചേട്ടത്തി. വാ, ചേട്ടത്തി നല്ല സൂപ്പർ നായകനാ. എടാ മണ്ടന്മാരെ, ഇനി നമുക്ക് പോകെ പോകെ. പക്ഷെ എടാ, ചേട്ടത്തിനെ അയാള് രക്ഷിക്കല്ലേ ചെയ്തത് ശരിക്കും? പിന്നെ കെട്ടിയോനെ കൊന്നിട്ട് കള്ളം പറഞ്ഞ് കൊണ്ടുപോയിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഫിലിം എന്തൂസിയാസ്റ്റ്. ഞാൻ പറയട്ടെ, എന്താ നിങ്ങളുടെ സംശയം? സംശയം പറ. ഇവരൊക്കെ പടം കണ്ടവരല്ലേ? ആ, അങ്ങേര് സംശയം. സംശയമല്ല, ഇവൻ പറയുന്നു ചേട്ടത്തിയാണ് ഹീറോന്ന്. എനിക്ക് ചേട്ടത്തി വില്ലനാണ്. നെഗറ്റീവ് ഷെയ്ഡോ? നെഗറ്റീവ് ഷെയ്ഡ് എന്നല്ല, നെഗറ്റീവ് ഷെയ്ഡല്ല, പക്ഷെ വില്ലനാണ്. അതെ, നെഗറ്റീവ് ആണോ? അതെ, സാഹചര്യം അവരെ കൊണ്ട് അങ്ങനെ ആക്കുന്നതാണ്. സാഹചര്യം അങ്ങനെ ആക്കുന്നതാണ്. വില്ലൻ എന്ന് പറഞ്ഞ നെഗറ്റീവ് അല്ലേ? അതെ, എല്ലാ വില്ലന്മാരും നെഗറ്റീവ് ആണെന്നോ? വില്ലൻ എന്ന് പറഞ്ഞ നെഗറ്റീവ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വില്ലൻ റോൾ ചെയ്താൽ അയാൾ വില്ലനാണ്, നെഗറ്റീവ് ആണ്. പക്ഷെ ചേട്ടത്തി എന്തോ ചെയ്തേ? ചേട്ടത്തി അയാളെ കൊല്ലുവാണോ ചെയ്തേ? കൊന്നു കാണാം. അല്ലെങ്കിൽ അവിടെ തടങ്കലിട്ടുണ്ടാവും ഇപ്പോഴും. അതാണ് ബൈനാക്കുലർ വെച്ച് നോക്കുന്നത്. ഇപ്പോഴും ഉണ്ട്. ചിലപ്പോ ചത്തവിടെ കിടക്കണം നോക്കിയാണെങ്കിൽ അന്നാണ് മരിച്ചതെങ്കിലോ, അതുകൊണ്ടാണ് ഇവരോടൊക്കെ കഥ പറഞ്ഞതെങ്കിലോ. അവിടെ അത് ഞാൻ ഒരു ബൈനോക്കുലർ എടുത്ത് അങ്ങോട്ട് നോക്കിയാൽ കൽപ്പു അങ്ങോട്ട് നോക്കുന്നുണ്ട്, എന്തോ അവിടെ ഉണ്ട്. അവന്റെ അങ്ങോട്ട് നോക്കിയത് ചേട്ടത്തി അത് നോക്കിയത് തന്നെയാ. ചിലപ്പോ മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്നാ. ഞാൻ വേറെ കാര്യം വേണ്ടേ? ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഒരു ആനിമൽ ട്രിലോജിയാണ്. ആനിമൽ ട്രിലോജീസ് ഓൾവേസ് ഹാവ് പാർട്സ്. ആ, ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ട്രിലോജി എന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടിന്യൂവേഷൻ ഉള്ള ട്രിലോജി അല്ല. ഇതൊരു ആനിമൽ ട്രിലോളജിയാണ്. അല്ല, ട്രിലോളജിയാണ്. ട്രിലോളജിക്ക് 3 പാർട്ടുണ്ട്. അതെ, ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 2 അങ്ങേരെ ബാക്കി പടം. രണ്ടാമത്തെ കിഷ്കിണ്ട. പിന്നെ കിഷ്കിണ്ട സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് സീസൺ ആണ് ഇതിന്റെ ഫസ്റ്റ്. കണക്ഷൻ അല്ല, ആനിമൽ ട്രിലോജി. ആ, അത് ആദ്യത്തെ വേറെ ഉണ്ടായി, സെക്കൻഡ് കിഷ്കിണ്ടായിരുന്നു. സെക്കൻഡ് സീസൺ അതും പട്ടിയല്ലേ? കേരള ക്രൈം ഫയൽസ്. പട്ടി 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 കുരങ്ങൻ പട്ടി. ആ, നമുക്കൊന്ന് തുടങ്ങിയാലോ? ആ, മണ്ടൻ മണ്ടി. ഇനി ഒരെണ്ണം കൂടി മരമണ്ടൻ. ആ, ബാ, ഡോൺ വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോകാം. ഇതൊക്കെ ഇടും. ഓ, എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്. അത് ഞാൻ ബീപ്പ് ചെയ്തതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. എക്കോന് ഞാൻ നോക്കിയപ്പോ 50 രൂപ ഉണ്ടായുള്ളൂ. ഇപ്പൊ ഈ പടത്തിന്റെ ഇടയിൽ നോക്കിയപ്പോ 300 രൂപയായി. എവിടെന്നോ കയറി. എന്റെ സെക്കൻഡ് വ്യൂഡ് വ്യൂ ആയിട്ട് എക്കോ കയറി, അൺഎക്സ്പെക്ടഡ് ആയിട്ട്. അതാണ് ഏട്ടാ. മോഹൻലാൽ ഫാൻസ് ക്ലബ് മാറിയ കാലം മറ്റേ കാനഡ. എന്താ മോനെ പടം എങ്ങനെ ഉണ്ടായി? വാ, നമുക്ക് പോവാം. ഇനി അവന്റെ തെറിയേക്കാം. കിഷ്കിണ്ടാകാണ്ടത്തിന് നൈസല്ലേ? അത് ഈ പടം നിനക്ക് മനസ്സിലാവാത്തോണ്ടാണ്.
അങ്ങനെ മനസ്സിലാക്കുന്ന പടങ്ങളൊക്കെ എടുക്കാൻ പറയുന്നത് ചുമ്മാ